ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മാത്സിൽ ആറാമത്തെ പാഠമാണ് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണമെങ്കിൽ എല്ലാം ഇംഗ്ലീഷ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? അലമാരയിലെ കൂട്ടുകാർ. അപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സാണ് വേണ്ടതെങ്കിൽ അതൊന്ന് പ്ലേലിസ്റ്റ് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലാസ് 1 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം തന്നെ പിറന്നാൾ സമ്മാനമായി കിട്ടിയത് എല്ലാം കഥാപുസ്തകങ്ങൾ. ഹായ്, നല്ല ചിത്രങ്ങൾ. സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം അല്ലേ? ഒരു കുട്ടി ചിന്തിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ 10 എണ്ണം വീതമുള്ള 2 കെട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മേശപ്പുറത്ത് ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 10 എണ്ണം വീതമുള്ള 2 കെട്ടുകളാണ്. അപ്പോൾ 10 കൂട്ടണം 10 എത്രയാ? 20 പുസ്തകങ്ങളുണ്ട് അല്ലേ? ഇനി ഈ പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള 4 കെട്ടുകളാക്കണം. ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം? അപ്പോൾ 10നെ 2 കെട്ടാക്കുക അല്ലേ? ഓരോ 10നെയും 2 കെട്ടാക്കിയാൽ പോരെ. അപ്പം 4 കെട്ടായില്ലേ? അപ്പം ഒരു കെട്ടിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും? 5 എണ്ണം. 10നെ 2 ആക്കുമ്പം 5 ഒരു കെട്ട്, മറ്റേ 5 വേറൊരു കെട്ട്. അതുപോലെ 2 10ഉം ഓരോ 5 വീതമുള്ള കെട്ടുകളാക്കുമ്പോൾ 4 കെട്ടുകളായില്ലേ? അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് നോക്കിക്കേ. 20ൻ്റെ പകുതി 10, 10ൻ്റെ പകുതി 5. ഓരോ കെട്ടിലെയും പുസ്തകങ്ങളുടെ എണ്ണം പകുതിയാക്കിയാൽ മതിയല്ലോ അല്ലേ? ഇനി അലമാരയിലെ പുസ്തകങ്ങൾ. ആദ്യത്തെ 2 തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങൾ? 10ഉം 10ഉം 20 പുസ്തകങ്ങളാണ്. മൂന്നാം തട്ടിലെ 10 പുസ്തകങ്ങൾ കൂടി കൂട്ടിയാലോ? 2 തട്ടിലെ പുസ്തകങ്ങൾ, ഓരോ തട്ടിൽ 10 എണ്ണാണുള്ളത്. അപ്പോൾ 2 തട്ടിലെ പുസ്തകങ്ങൾ കൂട്ടിയപ്പോൾ 20. 3 തട്ടിലെ പുസ്തകങ്ങൾ കൂട്ടിയാലോ? മൂന്നാമത്തെ തട്ടിൽ 10 ആണല്ലേ? അപ്പോൾ 20ഉം 10ഉം 30 പുസ്തകങ്ങളാവും. അപ്പോൾ ഒരു കുട്ടി പറയാണ്, എനിക്ക് കിട്ടിയ 20 പുസ്തകങ്ങൾ കൂടി തട്ടുകളിലേക്ക് വെക്കാമെന്ന്. പിന്നെയോ അടുത്ത കുട്ടി പറയാണ്, ഓരോ തട്ടിലും 10 വീതം പുസ്തകങ്ങളാണല്ലോ വെക്കേണ്ടത്. അപ്പോൾ 4ാമത്തെ തട്ടിൽ കൂടി 10 പുസ്തകം വെച്ചപ്പോൾ എത്രയായി? 30ഉം 10ഉം 40 പുസ്തകങ്ങളായി. പിന്നെ 5ാമത്തെ തട്ടിലും 10 പുസ്തകങ്ങളൂടെ വെച്ചപ്പോൾ എത്രയായി? 40നോട് 10 കൂട്ടിയാൽ 50 പുസ്തകങ്ങളായി. അപ്പോൾ അലമാരയിൽ ആകെ എത്ര പുസ്തകങ്ങളാണുള്ളത്? 5 തട്ടിലാണ് പുസ്തകങ്ങളുള്ളത്. അപ്പോൾ 5 10 കൂട്ടിയാൽ എത്രയാ? 50 ആണ്. അടുത്തത് പുസ്തകങ്ങൾ ക്ലാസ്സുകളിലേക്ക്. ക്ലാസ് ലീഡർമാർ അവരുടെ ക്ലാസ്സുകളിലേക്ക് പുസ്തകമെടുത്തു. ഓരോ കെട്ടിലും 10 പുസ്തകങ്ങൾ. ഓരോ ക്ലാസ്സിലേക്കും എടുത്ത പുസ്തകങ്ങൾ നോക്കൂ. അപ്പോൾ 1ാം ക്ലാസ്സിൽ എത്ര കെട്ട് പുസ്തകങ്ങളാണ് എടുത്തിട്ടുള്ളത്? 3 10 എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 10 കൂട്ടിയാൽ എത്രയാണ്? 30 ആണ്. അതായത് ആദ്യം 10ഉം 10ഉം കൂട്ടി 20, പിന്നെ അതിനോട് അടുത്ത 10 കൂട്ടിയപ്പോൾ 30. ഇനി 2ാം ക്ലാസ്സിലോ 4 10 എടുത്തിട്ടുണ്ട് അല്ലേ? 4 10ൻ്റെ ഓരോ കെട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 40 ആണ്. അതായത് എങ്ങനെ കൂട്ടാം? ആദ്യത്തെ 2 10 കൂട്ടിയാൽ 20, പിന്നെ മൂന്നാമത്തെ 10ഉം 4ാമത്തെ 10ഉം ഉണ്ട് അല്ലേ? അടുത്തതിലോ ആദ്യത്തെ 20ഉം 10ഉം കൂട്ടിയാൽ 30, പിന്നെയുള്ള 10 കൂട്ടിയാൽ 40. ഇനി 3ാം ക്ലാസ്സിലേക്ക് 50 ബുക്കുകളാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കളങ്ങൾ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു തട്ടിൽ 10 പുസ്തകമാണ്. അപ്പോൾ എത്ര 10 കൂടിയാലാണ് 50? 5 10 ആണ് അല്ലേ? അപ്പോൾ 5 കളങ്ങളിലും നമുക്ക് 10 എന്ന് എഴുതി കൊടുക്കാം. അതിൽ നമുക്ക് എളുപ്പത്തിന് 2 10 കൂട്ടിയപ്പോൾ 20, അടുത്ത 2 10 കൂട്ടിയപ്പോഴും 20 അല്ലേ? പിന്നെ ഒരു 10 ആണുള്ളത്. ഇനി 2 20 കൂട്ടിയാൽ 40, 40നോട് 10 കൂട്ടിയാൽ 50. സിമ്പിളല്ലേ മക്കളെ? ഇനി അടുത്തത് 4ാം ക്ലാസ്സിലേക്കാണല്ലേ? എത്ര കളങ്ങൾ ഒഴിഞ്ഞിട്ടിട്ടുണ്ട്? 1 2 3 4 5 6 7 8 കളങ്ങളിൽ 10ൻ്റെ കെട്ടുകളുണ്ട്. അപ്പോൾ എത്രയാ? 8 10 എത്രയാ? 80 ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ കൂട്ടാം? ആദ്യത്തെ 5 എണ്ണം കൂട്ടുമ്പോൾ 50, പിന്നെ ആ 50നോട് ഒരു 10 കൂട്ടിയാൽ 60, പിന്നെ 60നോട് 10 കൂട്ടിയാൽ 70, 70നോട് 10 കൂട്ടുമ്പോൾ 80. ആ രീതിയിൽ ഇവിടെ പൂർത്തിയാക്കുക. ഇനി 5ാം ക്ലാസ്സിലോ 9 10 ആണുള്ളത്. അപ്പോൾ 90 ആണ്. 90ഉം ഇതുപോലെ തന്നെ നമ്മൾ താഴെ കൂട്ടി എഴുതുന്നുണ്ട് കേട്ടോ.
അടുത്തത് ഏതൊക്കെ ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം ചേർന്നാൽ 4-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാവും? അപ്പം 4-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? 80 ആണ് അല്ലേ? ആ പേജ് മറിച്ച് നോക്കുന്നതിന് പകരം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4-ാം ക്ലാസ്സിൻ്റെത് 80 ആണ്. അപ്പോൾ 80 ആവണമെങ്കിൽ ഏതൊക്കെ ക്ലാസ്സിൻ്റെ പുസ്തകങ്ങളുടെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ കിട്ടും? 1-ാം ക്ലാസ് 30 ആണ്, 3-ാം ക്ലാസ് 50 ആണ് അല്ലേ? അപ്പോൾ 30ഉം 50ഉം 80 അല്ലേ? അപ്പോൾ അതെഴുതാം. ഇനി 5-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാവാൻ ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങളുടെ എണ്ണം ചേരണം? എണ്ണം എഴുതൂ. അപ്പോൾ ഏതാണ് 5-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ എത്രയാണ്? 90 ആണ്. അപ്പോൾ ഏതൊക്കെ ക്ലാസ് തമ്മിൽ കൂട്ടിയാൽ മതി? 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും. അപ്പോൾ മക്കൾ 2 ക്ലാസ്സുകൾ തമ്മിൽ കൂട്ടി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് 90 കിട്ടുന്നത് ഏതൊക്കെ ക്ലാസ്സുകൾ തമ്മിലാന്ന് നോക്കുക. ഞാനിവിടെ ഉത്തരം പറയുന്നതിന് മുമ്പ് മക്കൾ സ്റ്റെക്കാക്കിയിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ ഉത്തരം നോക്കി എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 2-ാം ക്ലാസ്സിലെ 40ഉം 3-ാം ക്ലാസ്സിലെ 50ഉം കൂടെ കൂട്ടുമ്പോൾ 90 ആയി. 5-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമായി അല്ലേ? അടുത്ത ചോദ്യം, 1-ാം ക്ലാസ്സിലേതിനേക്കാൾ എത്ര കൂടുതലാണ് 4-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ? 1-ാം ക്ലാസ്സിൽ 30 ആണ്, 4-ാം ക്ലാസ്സിൽ 80 ആണ് അല്ലേ? അപ്പോൾ 30-ൽ നിന്ന് എത്ര കൂടുതലാണ് 80? 40, 50, 60, 70, 80. 5 10കൾ കൂടുതലാണ്. 5 10കൾ എന്ന് പറഞ്ഞാൽ 50 കൂടുതലാണ് അല്ലേ? ഇനി താഴെ ഈ കുട്ടികൾ എന്താ പറയുന്നത്? 50 എണ്ണം വ്യത്യാസമുള്ള മറ്റേതെങ്കിലും ക്ലാസ്സുകളുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറയാണ് ഏതൊക്കെ ക്ലാസ്സുകൾ തമ്മിലാണ് 50 വ്യത്യാസമുള്ളത്. അപ്പോൾ 30ഉം 40ഉം തമ്മിൽ 50 വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലേ? 10 ആണ് വ്യത്യാസമുള്ളത്. ഇനി 40ഉം 50ഉം ആണെങ്കിൽ ഇല്ല. ഇനി 30ഉം 50ഉം ആണെങ്കിലോ? അതും ഇല്ല അല്ലേ? 20ൻ്റെ വ്യത്യാസമുള്ളൂ. 30ഉം 80ഉം ആണെങ്കിൽ 50ൻ്റെ വ്യത്യാസമാണുള്ളത് അല്ലേ? അപ്പം അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാണുള്ളത്? 2-ാം ക്ലാസ്സിൻ്റെ 40നോട് 50 കൂട്ടുമ്പോഴല്ലേ 5-ാം ക്ലാസ്സിൻ്റെ 90 കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് താഴെയുള്ള കളങ്ങളിൽ എഴുതാം. ഇനി 10ൻ്റെ കാഴ്ചകൾ. ഓരോ കൂട്ടത്തിനും നേരെ കൊടുത്തിരിക്കുന്ന എണ്ണം ശരിയെങ്കിൽ ശരിയും തെറ്റെങ്കിൽ തെറ്റും ഇടാനാണ്. അപ്പോൾ 10ൻ്റെ കൂട്ടങ്ങളാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ 10, 20 അങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ഒന്നാമത്തത് ആ ഇലയുടെ കൂട്ടങ്ങൾ എത്ര എണ്ണമുണ്ട്? 10, 20, 30, 40, 50 അല്ലേ? 5 എണ്ണം ഉണ്ടായാൽ എത്രയാണ്? 5, 10, 50 ആണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ? തെറ്റാണ് അല്ലേ? അടുത്തത് 3 എണ്ണമാണ് ഉള്ളത്. 3 കൂട്ടങ്ങളാണ്. അപ്പോൾ 30 ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിയല്ലേ? അടുത്തതോ 4 കൂട്ടങ്ങൾക്ക് 50 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തെറ്റാണ്. 40 ആണ് വേണ്ടത് അല്ലേ? അടുത്തത് 6 കൂട്ടങ്ങൾക്ക് 80 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. 6, 10, 60 അല്ലേ വരുള്ളൂ. പിന്നെ 7 കൂട്ടങ്ങൾക്ക് 70 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. ലാസ്റ്റ് തക്കാളി എത്ര കൂട്ടമാണുള്ളത്? 5 കൂട്ടമാണ്. അതിന് 50 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ് അല്ലേ? അപ്പോൾ ഓരോ 10ഉം അല്ലേ? 5 10 ആണെങ്കിൽ 50, 2 10 ആണെങ്കിൽ 20, 6 10 ആണെങ്കിൽ 60. അങ്ങനെ നോക്കിയിട്ട് ശരിയോ തെറ്റോ എന്ന് മക്കൾ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി മാഞ്ചുവട്ടിൽ. സ്കൂൾ വിട്ട് പോകുന്ന വഴിയിൽ മാളുവും കൂട്ടുകാരും നാണുച്ചേട്ടൻ്റെ മാവിൻ തോട്ടത്തിൽ കയറി. 50 എണ്ണം കുട്ടയിൽ നിറച്ചിട്ടുണ്ട്. ബാക്കി കുട്ടയിലാക്കാൻ ഞങ്ങളും സഹായിക്കാം അല്ലേ? കുട്ടികൾ സഹായിക്കാണ് നാണുച്ചേട്ടന് മാവിൻ തോട്ടത്തിൽ മാങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടയിലിടുന്നത് ഞാൻ എണ്ണാമെന്ന് മാളു പറയാണ്. അപ്പോൾ മറ്റേ ആൾ എണ്ണിക്കോ പറയാണല്ലേ? അപ്പോൾ മാളു 10 മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു. ഇപ്പോൾ 2 കുട്ടയിലും കൂടി എത്ര മാങ്ങയുണ്ട്? നാണുച്ചേട്ടൻ നിറച്ച കുട്ടയിൽ 50 എണ്ണമാണുള്ളത്. മാളു നിറച്ച കുട്ടയിൽ 10 എണ്ണമാണ്. അപ്പോൾ 50ഉം 10ഉം എത്രയാ? 60 മാങ്ങയാണ് അല്ലേ? പിന്നെ ഇഫയും 10 മാങ്ങ കുട്ടയിൽ നിറച്ചു. അപ്പോൾ എത്രയായി? 60നോട് 10 കൂട്ടിയാൽ 60ഉം 10ഉം 70 മാങ്ങയായി. അരുൺ എടുത്ത 10ഉം കുട്ടയിൽ വെച്ചു. അപ്പോൾ 70ഉം 10ഉം 80. ഷെറിൻ 10 മാങ്ങ കൂടി കുട്ടയിലാക്കിയപ്പോൾ 80ഉം 10ഉം 90. ആസിഫ് 10 എണ്ണം കൂടി കുട്ടയിലാക്കി. അപ്പോൾ 90നോട് 10 കൂട്ടിയപ്പോൾ 100 മാങ്ങയായി അല്ലേ?
ഇനി നമുക്ക് 10കൾ ചേർന്നാൽ ഈ രീതിയിൽ ഒന്ന് എഴുതി നോക്കാം. ഒരു കുട്ടയിൽ 10 എണ്ണമാണ്. അത് 2 കുട്ടയാകുമ്പോൾ എത്രയായി? 2 10 20. 3 ആകുമ്പോൾ 20നോട് 10 കൂട്ടിയാൽ 30. 4 ആകുമ്പോഴോ 30നോട് 10 കൂട്ടുമ്പോൾ 40. പിന്നെ ആ 40നോട് 10 കൂട്ടുമ്പോൾ 50. 50നോട് 10 കൂട്ടുമ്പോൾ 60. 60നോട് 10 കൂട്ടുമ്പോൾ 70. 70നോട് 10 കൂട്ടുമ്പോൾ 80. 80നോട് 10 കൂട്ടുമ്പോൾ 90. 90നോട് 10 കൂട്ടുമ്പോൾ 100. അങ്ങനെ മാങ്ങയെല്ലാം കുട്ടയിലാക്കി. നാണുച്ചേട്ടന് സന്തോഷമായി. അടുത്തത് മാല കോർക്കാം. മാളുവും കൂട്ടുകാരിയും മാല കോർക്കുകയാണ്. ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട്. മാളു കോർത്തത് 20 മഞ്ഞയും 5 ചുവപ്പും. മറ്റേ കുട്ടി 20 മഞ്ഞയും 3 ചുവപ്പും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ മാളുവിൻ്റെത് എത്രയാണ്? 20ഉം 5ഉം 25ആണ്. മറ്റേ ആളത് 20ഉം 3ഉം 23ആണ്. അപ്പം നമുക്കിവിടെ മുത്തുകൾ കോർക്കാം. മഞ്ഞ 20ഉം ചുവപ്പ് 1ഉമായാൽ 21. മഞ്ഞ 20ഉം 20നോട് 2 കൂട്ടുമ്പോൾ 22. ഇനി 23 മുത്തുകളാവണമെങ്കിൽ 20നോട് എത്ര കൂട്ടണം? 3 കൂട്ടണം. 24 ആവണമെങ്കിൽ 4 ഉണ്ട്, ബാക്കി എത്ര കൂട്ടണം? 20 കൂട്ടണം. പിന്നെ 25 ആവണമെങ്കിൽ 20നോട് 5 കൂട്ടണം അല്ലേ? അപ്പോഴാണ് 25 ആവുക. അടുത്തത് മുത്തുകളിലെ സംഖ്യകൾ. വിട്ടുപോയ സംഖ്യകൾ എഴുതൂ. ഇവിടെ 16 തന്നിട്ടുണ്ട്. 16ൻ്റെ മുൻപുള്ള സംഖ്യ ഏതായിരിക്കും? ഏത് കഴിഞ്ഞിട്ടാണ് 16? 15 കഴിഞ്ഞിട്ടാണ്. പിന്നെ 17. പിന്നെ ഏതാണ് അടുത്തത്? 18ആണ്. പിന്നെ 19. 19 കഴിഞ്ഞാൽ എത്രയാ? 20. 21. പിന്നെ 22. 23. 24. 25 അല്ലേ? എളുപ്പമല്ലേ? മുത്തുകൾ കോർത്ത ശേഷം അവർ ഓമന അമ്മായിയുടെ കടയിലെത്തി. എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? ഓരോന്നും എത്ര വീതം? എണ്ണം കളങ്ങളിൽ എഴുതൂ. അപ്പോൾ ആദ്യത്തെ മിഠായി കൂട്ടം എത്ര എണ്ണം ഉണ്ട്? 10ൻ്റെ 2 കൂട്ടങ്ങളുണ്ട്. അപ്പോൾ 20ആണ്. പിന്നെ എത്ര എണ്ണം ഉള്ളത് മക്കളെ? 9 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 29 അല്ലേ? 20നോട് 9 കൂട്ടുമ്പോൾ 29. ഇനി 30 മിഠായി ആകാൻ ഇനി എത്ര എണ്ണം കൂടി വേണം? 29നോട് 1 കൂട്ടുമ്പോഴാണ് 30 ആകുന്നത് കേട്ടോ. 2 9 29 എത്തുമ്പോൾ 2ൻ്റെ സംഖ്യകളൊക്കെ കഴിഞ്ഞു. 9 വരെ എത്തുന്ന സമയത്ത് പിന്നെ അടുത്ത സംഖ്യ ഏതാണ്? 2ൻ്റെ സംഖ്യകൾ കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 0 അല്ലേ? 30 മിഠായി ആണ്. ഇനി ഇവിടെ ഓരോ കൂട്ടത്തിൻ്റെയും എണ്ണം എഴുതാനാണ്. 10ൻ്റെ 2 സ്മൈലി ഉണ്ട്. അപ്പോൾ 20. പിന്നെ എത്ര എണ്ണമാണുള്ളത്? 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 20 കൂട്ടണം 4 24ആണ്. പിന്നെ 10ൻ്റെ 4 കൂട്ടങ്ങളാവുമ്പോൾ എത്രയായി? 10 20 30 40ആയി. 40നോട് 2 ബോൾ പിന്നെ ഉള്ളത് അല്ലേ? അപ്പോൾ 2 കൂട്ടുമ്പോൾ 42. ഇനി പിന്നുകൾ എത്ര എണ്ണം ഉണ്ട്? 10ൻ്റെ കൂട്ടം 1 2 3 4 5 6 7 10 ഉണ്ട്. അപ്പോൾ എത്രയാ? 70ആണ്. അതിനോട് 8 പിന്നുകൾ വേറെയും. അപ്പം 70നോട് 8 കൂട്ടുമ്പോൾ 78. അതങ്ങ് ചേർത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇവിടെ 10ൻ്റെ എത്ര കൂട്ടങ്ങളുണ്ട്? ബട്ടൺസ് ആണ്. 1 2 3 4 5 6. 6 10 ഉണ്ട്. 60ആണ്. പിന്നെ 3 ബട്ടൺസ് വേറെ ഉണ്ട് അല്ലേ? അപ്പോൾ 60ഉം 3ഉം 63ആണ്. അടുത്തത് പൊട്ടുകൾ. ഇവിടെ കുറേ കളറിലുള്ള പൊട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആകെ എത്ര പൊട്ടുകൾ ഉണ്ടെന്ന് എങ്ങനെ നോക്കും? 10ൻ്റെ വരികളാണല്ലേ ഉള്ളത്. അപ്പോൾ എത്ര വരിയുണ്ട് നോക്കിയാൽ മതിയല്ലോ. 1 2 3 4 5 6 7 8 9 10 വരികളാണുള്ളത് അല്ലേ? അപ്പോൾ 10 10 എത്രയാ മക്കളെ? 5 10 50, 6 10 60, 7 10 70, 8 10 80, 9 10 90, 10 10 100. എല്ലാവരും ഒരേ രീതിയിലാണോ കണക്കാക്കിയത്? അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 100 പൊട്ടുകളുണ്ട് അല്ലേ? ഇനി അടുത്തത് പല നിറം മുത്തുകൾ. മാല കോർക്കാൻ 5 പേർക്ക് പല നിറമുള്ള മുത്തുകൾ കൊടുത്തു. ഓരോരുത്തർക്കും എത്ര മുത്തുകൾ വീതം കിട്ടി? ഇഫയ്ക്ക് 10 ചുവപ്പ്, നീല 10 എണ്ണം, പച്ച 10 എണ്ണം, പിന്നെ നീല 7 എണ്ണം.
അരുണിനാണെങ്കിലോ ചുവപ്പ് 10, പിന്നെയോ നീല 10, പച്ച 10, പിന്നെ ഒരു 5 അല്ലേ. അതുപോലെ ഷെറിന് എത്ര 10 കിട്ടിയിട്ടുണ്ട്? 5 10 കിട്ടിയിട്ടുണ്ട്. അതുപോലെ 6 എണ്ണവും കിട്ടിയിട്ടുണ്ട്. പിന്നെ മാളുവിനാണെങ്കിലും 5 10 കിട്ടിയിട്ടുണ്ട്. പിന്നെ 8 എണ്ണവും കിട്ടിയിട്ടുണ്ട്. ആസിഫിന് 4 10ഉം ഒരു 4 എണ്ണവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര മുത്തുകൾ വീതം കിട്ടിയെന്ന് കളത്തിൽ എഴുതണം. എന്നിട്ടോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഒന്നാമത് ഇഫയ്ക്ക് 37, 3 10 30, ബാക്കി 30നോട് 7 കൂട്ടുമ്പോൾ 37. അരുണിന് 3 10 30, 30നോട് 5 കൂട്ടുമ്പോൾ 35. ഷെറിന് എത്രയാ? 5 10ഉം 6ഉം എത്രയാ? 5 10 50, 50നോട് 6 കൂട്ടുമ്പോൾ 56. മാളുവിനോ 5 10 50, 50നോട് 8 കൂട്ടുമ്പോൾ 58. ആസിഫിന് 4 10ആണ്, അപ്പം 40, 40നോട് 4 കൂട്ടുമ്പോൾ 44. ഇനി ഇതിലേതാണ് വലുത്? 58 ആണല്ലേ. അതിൻ്റെ തൊട്ട് ചെറുതേതാണ്? 56, പിന്നെയോ 44, 37, 35 അങ്ങനെയല്ലേ വരിക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ ആദ്യം ഏറ്റവും വലുതെഴുതുക, പിന്നെ ബാക്കിയുള്ളതിൽ വലുതെഴുതുക. അങ്ങനെ എഴുതി നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെന്താണ്? മാളുവും കൂട്ടുകാരും പല നിറത്തിലുള്ള മുത്തുകൾ എണ്ണിയെടുത്തു. ഓരോ നിറവും എത്ര എണ്ണം എന്നാണ് നോക്കുന്നത്. ചുവപ്പ് 50ഉം 4ഉം എത്രയാ? 54. മഞ്ഞ 30ഉം 5ഉം 35. ചേർത്തങ്ങ് പറയാട്ടോ. ഇനി പച്ച 60ഉം 6ഉം 66. നീല 47 തന്നിട്ടുണ്ട്, അപ്പം 40ഉം 7ഉം 47. കറുപ്പ് 28 തന്നിട്ടുണ്ട്, അപ്പോൾ 20ഉം 8ഉം. ഓക്കെ അല്ലേ? ഇനി ഏണിയും പാമ്പും കളിക്കണം. അതിനായി 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ക്രമമായി കളങ്ങളിൽ എഴുതൂ. പാമ്പിൻ്റെയും ഏണിയുടെയും ചിത്രങ്ങൾ കൂടി വരയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഏണിയും പാമ്പും ഒക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾ നമ്പേഴ്സ് എഴുതുമ്പോൾ തെറ്റിപ്പോവരുത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് തിരിഞ്ഞാണ് വരുന്നത്. താഴത്തുനിന്ന് 1 തുടങ്ങി താഴെ വരിയിൽ 10 തീർന്നിട്ട് 10ൻ്റെ തൊട്ട് മുകളിലായിട്ട് 11 തുടങ്ങി അങ്ങനെ 20 വരെ, 20ൻ്റെ തൊട്ട് മുകളിൽ 21, അങ്ങനെ 30 വരെ, പിന്നെ 30ൻ്റെ തൊട്ട് മുകളിലാണ് 31. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു വരി വന്ന് ആ വരി തീരുന്ന നിന്നാണ് അടുത്ത വരി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എഴുതുക കേട്ടോ. അടുത്തത് ആദ്യത്തെ ചിത്രത്തിലേതുപോലെ മറ്റ് 2 ചിത്രങ്ങളിലും വിട്ടുപോയ സംഖ്യകൾ എഴുതുക. ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, 59, 60, 61 അല്ലേ. ചിറകിൽ 59, നടുവിൽ 60, പിന്നെ 61. അപ്പോൾ ഇവിടെ 95 തന്നിട്ടുണ്ട്. അപ്പം ബാക്കിലുള്ള സംഖ്യയും അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. 95ൻ്റെ ബാക്കിൽ ഏതാണ്? 94. 95 കഴിഞ്ഞാൽ 96. അടുത്തത് 89 തന്നിട്ടുണ്ട്, നടുവിൽ തന്നിട്ടില്ല, പിന്നെ 91 തന്നിട്ടുള്ളത്. അപ്പോൾ 89 കഴിഞ്ഞാൽ ഏതാണ്? 90 അല്ലേ. ഇനി ആദ്യത്തെ ചിത്രത്തിലെ പോലെ മറ്റ് 3 ചിത്രങ്ങളിലും സംഖ്യകൾ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത് എന്താ തന്നിട്ടുള്ളത്? 38നെ 30 + 8 അല്ലേ. 30 കൂട്ടണം 8. അതുപോലെ തന്നെ 3 10ഉം 8ഉം ബാക്കിയുള്ളത് 8ഉം ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി 26നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 + 6, പിന്നെ 2 10 അല്ലേ 20ൽ, 10 + 10 + 6 അല്ലേ. ഞാൻ പുറത്താണ് എഴുതിയത്, മക്കളത് ചിറകിലേക്ക് എഴുതണം കേട്ടോ. അടുത്തത് എത്ര 10ആണ് തന്നിട്ടുള്ളത്? 1 2 3 4 5 10ഉം 4ഉം തന്നിട്ടുണ്ട്. അപ്പം 5 10 എത്രയാണ്? 50 ആണ്. 50 കൂട്ടണം 4 എന്ന് മറ്റേ ചിറകിൽ എഴുതാം. ഉള്ളിലായിട്ടോ 54. ഇനി 65 തന്നിട്ടുണ്ട്. അപ്പോൾ 60 കൂട്ടണം 5 എന്നും, അതുപോലെ 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 5 അങ്ങനെ എഴുതാം. 6 10 എഴുതിയിട്ട് അതിനോട് 5 കൂട്ടാനും എഴുതാം. അപ്പോഴും 65 ആണ്.
ഇനി അടുത്ത പ്രവർത്തനം സംഖ്യകൾ ക്രമമായി എഴുതി കളങ്ങൾ പൂർത്തിയാക്കാനാണ്. അപ്പം ഞാനിവിടെ ക്രമമായി എഴുതാം, മക്കൾ അതിനുള്ളിലേക്ക് എഴുതി പൂർത്തിയാക്കണം കേട്ടോ. ഫസ്റ്റത്തത് 65, 64, 63. അങ്ങനെ ആകുമ്പോൾ മുന്നോട്ടാണോ പോകുന്നത്? ബേക്കോട്ടാണ് അല്ലേ? കുറഞ്ഞ് കുറഞ്ഞ് ബാക്കിലെ സംഖ്യകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാ? 62, 61, 60, 59, 58, 57, 56 അങ്ങനെ എഴുതാം. അടുത്ത കളത്തിലോ 88, 89, 90 മുന്നോട്ടാണ് അവിടെ എഴുതുന്നത്. ബാക്കിൽ 2 കളങ്ങൾ ഒഴിവുണ്ട്. ബാക്കിലുള്ള 2 കളത്തിൽ ഏതാണ്? 88ൻ്റെ ബാക്കിൽ 87, പിന്നെ 86. 90 കഴിഞ്ഞാലോ 91, 92, 93, 94, 95 വരെ. അടുത്ത കളങ്ങളിൽ അവസാന 3 കളങ്ങളിൽ 28, 29, 30 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 28ൻ്റെ ബേക്കിലുള്ള കളങ്ങളാണ് ഒഴിവുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 27, 26, 25, 24, 23, 22, 21 അങ്ങനെ എഴുതി കൊടുക്കാം. ഇനി താഴെയുള്ള കുറച്ച് കളങ്ങളും കൂടെ തന്നിട്ടുണ്ട്, അതും കൂടെ പൂർത്തിയാക്കണം. അപ്പോൾ 91 എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലുള്ള സംഖ്യകളും മുന്നിലുള്ള സംഖ്യകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മക്കൾ നോക്കുക. അടുത്തത് 79 തന്നിട്ടുണ്ട്, പിന്നെ അവസാന ഭാഗത്തേക്ക് 74 തന്നിട്ടുണ്ട്. അപ്പോൾ 79നെക്കാട്ടിലും ചെറുതല്ലേ 74? അപ്പം കുറയാണ് ചെയ്യാം. ഇനി 79 കഴിഞ്ഞാൽ 78 ബേക്കോട്ടാണ്. 77, 76, 75, 74 അവിടെ തന്നിട്ടുണ്ട്, പിന്നെ 73. അടുത്തത് 93 തന്നിട്ടുണ്ട്, ബാക്കിലുള്ള കളങ്ങളാണ് ഒഴിവുള്ളത്. അപ്പോൾ നമുക്ക് 93ൻ്റെ ബാക്കിൽ ഏതാ? 92, അതിൻ്റെ ബാക്കിൽ 91, പിന്നെ 90, 89, 88, 87. അപ്പോൾ 87 മുതൽ നമുക്ക് എഴുതാം. അപ്പോൾ മക്കൾ എഴുതുമ്പോൾ 93ൻ്റെ ബാക്കിലാണെങ്കിൽ ബാക്കിൽ നിന്ന് എഴുതി തുടങ്ങണം കേട്ടോ. ഇനി താഴെയുള്ള കളങ്ങൾ നോക്കിക്കേ. 60, 50, 40. അപ്പോൾ എന്താ ആവുന്നത്? 10 കുറയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10 കുറയ്ക്കുക. 40ൽ നിന്ന് 30, പിന്നെ ഈ 10 കുറയ്ക്കുമ്പം 20, വീണ്ടും 10 കുറയ്ക്കുമ്പം 10. ആ രീതിയിൽ എഴുതുക കേട്ടോ. അടുത്തത് 45, 55, 65. പിന്നെ ഏതായിരിക്കും? 75, 85, 95. പിന്നെ 35, 40, 45. 35നോട് എത്ര കൂട്ടുമ്പോഴാണ് 40 ആകുന്നത്? 5 കൂട്ടുമ്പോൾ. 40നോട് 5 കൂട്ടുമ്പോൾ 45, പിന്നെ 5 കൂട്ടുമ്പോൾ 50, 55, 60. അങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. ഇനി അവസാന ഭാഗമാണ് ബൈക്ക് റേസ്. ബൈക്ക് റോഡിൻ്റെ വശങ്ങളിൽ ചെന്നിടിച്ചാൽ കളി അവസാനിക്കും. 25ൽ നിന്നാണ് തുടങ്ങുന്നത്. 5 കിട്ടുന്നതിൽ നിന്നെല്ലാം 10 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. 5 കൂട്ടി കിട്ടുന്നതിൽ നിന്നൊക്കെ 10 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. അപ്പോൾ ഒരാൾ 25ൽ നിന്ന് പുറപ്പെടുന്നു, മറ്റേ ആൾ 26ൽ നിന്നാണ് തുടങ്ങുന്നത്. 2 കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം 5 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. ഒരാൾക്ക് 5 കൂട്ടി കിട്ടുന്നതിൽ നിന്ന് 10 സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ മറ്റേ ആൾക്ക് 2 കൂട്ടി കിട്ടുന്നതിൽ നിന്ന് 5 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. ആദ്യം നമുക്ക് റാസി എന്ന കുട്ടിയുടെ നോക്കാം. റാസി 57-ലെത്തിയപ്പോൾ പുറത്തായി. ആകെ എത്ര സ്വർണ്ണ നാണയങ്ങൾ കിട്ടി? ഏതൊക്കെ നമ്പറുള്ള കളങ്ങളിൽ നിന്നാണ് നാണയങ്ങൾ കിട്ടിയത്? എഴുതൂ, അവയ്ക്ക് നിറം കൊടുക്കൂ. അപ്പം നമുക്ക് നമ്പർ എഴുതി നോക്കാം. ഓരോ 5 എണ്ണം കൂടുന്ന സമയത്തും 10 സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അത് എഴുതി നോക്കാം. മക്കൾ ആ നമ്പേഴ്സിൽ കളറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ 25ൽ നിന്നും റാസി പുറപ്പെട്ടത് കൊണ്ട് തന്നെ 30-ലെത്തുന്ന സമയത്ത് 10 പോയിൻ്റ് കിട്ടും. പിന്നെ 35-ലെത്തുമ്പം അടുത്ത 10, 40-ലെത്തുമ്പം വീണ്ടും 10, 45-ലെത്തുമ്പോൾ അടുത്ത 10, 50-ലെത്തുമ്പം വീണ്ടും 10, 55-ലെത്തുമ്പോൾ അടുത്ത 10. പിന്നെ 57-ൽ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുന്നോട്ട് 5 കൂട്ടാനില്ല. 6, 5 റാസി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60, 6, 10 എത്രയാ? 60 നാണയങ്ങൾ റാസിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ 6 നമ്പേഴ്സിനും കളറ് കൊടുക്കുക കേട്ടോ. അടുത്തത് ദിയ 47-ലെത്തിയപ്പോഴാണ് പുറത്തായത്. അപ്പോൾ ദിയയ്ക്ക് എത്ര സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്ന് നോക്കാം. ദിയയുടേത് 2 കൂട്ടി കിട്ടുമ്പോൾ 5 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. അപ്പം നമുക്ക് നോക്കാം. 26-ൽ നിന്നാണ് തുടങ്ങിയത്. 2 കൂട്ടി 28 ആകുമ്പോൾ 5, പിന്നെ 30 ആകുമ്പോൾ 5, 32 ആകുമ്പോൾ വീണ്ടും 5,
34-ൽ 5, 36-ലും 5, 38-ൽ 5, 40-ൽ 5, 42-ൽ 5, 44-ൽ 5, 46-ൽ 5 അല്ലേ? അങ്ങനെ 2 കൂട്ടി കിട്ടുമ്പോൾ ഓരോന്നിലും 5 സ്വർണ്ണ നാണയങ്ങൾ വീതം. എത്ര സ്വർണ്ണ നാണയങ്ങളാണ്? 10 5 അപ്പോൾ 50 സ്വർണ്ണ നാണയങ്ങൾ ദിയക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. പാഠഭാഗം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഷോർട്സ് എടുത്തിട്ട് അതിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഏത് പാഠമാണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയണമെങ്കിലൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചെയ്ത് കാണിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിലൊന്നും കമൻ്റ് ഇടാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.